السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. മൈമൻ അക്കാഡമി നടപ്പാട്ടങ്ങനത്തെ റമദാൻ ഖുർആൻ ക്ലാസ്സിലെ 16ാമത്തെ നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിരെ. സൂറത്തു യാസീന്റെ 58 ആയത്തുകൾ ഞങ്ങൾ വിശദീകരിച്ച സ്വർഗത്തെ ആൽമാരെ ಬಗ್ಗೆ ആയിട്ട് അല്ലാഹു തആല ചൊന്നുകൊണ്ട് വന്നേ. സ്വർഗത്തെ ആൽമാര് വ്യത്യസ്തമായ സുഖത്തിലെല്ലാം മുങ്ങിട്ടിക്കുവാറ് എല്ലാ നമ്മത്തുള്ളങ്ങനത്തെ അങ്ങ് ആഗ്രഹിക്കണങ്ങനത്തെ കാര്യങ്ങള അങ്ങു സ്വർഗത്തിൽ കിട്ടുകൊണ്ടു വിശേഷമായിട്ട് അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള സലാം അങ്ങു കിട്ട് സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ചൊന്ന സ്വർഗത്തെ ആൽമാറുക ഈ നമ്മത്തിലുള്ള സുഖാസ്വാദനങ്ങളെ കിട്ടുമ്പോ സ്വാഭാവികമായിട്ട് മഹ്ശറത്തില് ഇതെല്ലാം ബോധ്യപ്പെട്ടങ്ങനത്തെ ദോഷാക്കിയ ആൽമാര് അള്ളാഹു തആല ചൊന്നതുപോലെ കേൾക്കാത്ത ആൽമാര് കാഫിരീങ്ങ സ്വാഭാവികമായിട്ട് മഹ്ശറത്തിൽ വെച്ചിട്ട് സ്വർഗത്തെ ആൽമാരൊട്ടിಗೆ ನಾನು ಸೇರಂಗಾವಂತ എന്ന് കൊതിച്ചുകൊണ്ടാണ്. സ്വർഗത്തെ ആൽമാരൊട്ടിಗೆ എങ്ങനെങ്കിലും ഒന്നാണ് ಸೇರೆಂಗ್ നല്ല ഇക്കാന്ത് അങ്ങനട്ടോ എങ്ങനെ ഒന്നൂട്രെ ബച്ചാവാവന്ത് എന്ന് ദോഷാക്കിയ ആൽമാര് അള്ളാഹു തആലയുടെ അനുസരണക്കേടാക്കിയ ആൽമാര് കൊതിക്കിടാറ്. അങ്ങനെ ഹിസാബ് കിതാബ് ഇതിലുള്ള പ്രൊസസ് എല്ലാം നടന്നാൽ പിന്നെ അള്ളാഹു തആല ആൽമാരെ രണ്ട് വിഭാഗമാക്കിയിട്ട് തിരിക്കുമ്പോ ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ സ്വർഗത്തുക്കും നരകത്തുകായിട്ട് ആൽമാരെ രണ്ട് വേറെ വേറെ ആക്കുമ്പോ നരകത്തുക്ക് പോണായ ആൽമാര് മുജ്രിമീങ്ങ ദോഷാക്കിയ ആൽമാര് കാഫിരീങ്ങ സ്വർഗത്തെ ആൽമാരൊಟ್ಟಿಗೆ ಸೇರೋಗು ಪ್ರಯತ್ನ ಹಾಕಿದಾರೆ. ಮೆಲ್ಲೆ ಕಟ್ಟಿಟ್ಟು എങ്ങനെങ്കിലും ಸೇರೋಗು ಪ್ರಯತ್ನ ಹಾಕಿದಾರೆ. അങ്ങനല്ലേ സാധാരണ ಕೊನೆಯಂತ എത്തുമ്പോ എല്ലാരും നല്ല ಇದಕ್ಕೆ ಸೇರೋಗು എങ്ങനെയൊന്ന് പ്രയത്ന ಹಾಕಿದಾರೆ. അപ്പ അല്ലാഹു തആല ചൊല്ലങ്ങനത്തെ വളരെ പേടുപാട്ടങ്ങനത്തെ ഒരു പലക ഇട്ടിക്കര് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ വംതാസുൽ യൗമ ഇണ്ട് നിങ്ങ ಬೇರೆಯಾವರು നിങ്ങ സെപ്പറേറ്റ് ആവරු അയ്യുഹൽ മുജ്രിമൂൻ ഓ ദോഷിങ്ങളെ ഓ തപ്പാക്കിയങ്ങളെ ഓ അനുസരണക്കേട് കാട്ടിയ ആൽമാരെ നിങ്ങ ಬೇರೆമേ ആവරු ഉണ്ട് സെപ്പറേറ്റ് ആവരു നല്ല ആൽമാരുടെ ഉണ്ട് നിങ്ങ ಸೇರ വേണ്ട. ദുനിയാവിൽ നിങ്ങളുടെ എത്ര ചൊന്ന നിങ്ങൾട്ടതാണ് നല്ല ആൽമാരൊಟ್ಟಿಗೆ ನೀವು ಸೇರೋರು നല്ല ആൽമാർ ചൊന്ന പോലെ കേക്കൊരു നാ ചൊന്ന പോലെ കേക്കൊരു ഒന്നും നിങ്ങൾക്ക് കേൾക്കുക ഇല്ലല്ലേ ഇണ്ട് നിങ്ങ മെല്ലെ അങ്ങനൊಟ್ಟಿಗೆ നിങ്ങൾ ಸೇರು നോക്കണ്ട ഇണ്ട് ಸೇರಗು നോക്കണ്ട ഇണ്ട് സെപ്പറേറ്റ് ആവർ വംതാസു നിങ്ങ ಬೇರೆ നിൽക്കൊരു നോക്ക സൈഡ് ആവർ നോക്ക അയ്യുഹൽ മുജ്രിമൂൻ ഹലോ ഓ മുജ്രിമീങ്ങളെ ഓ ദോഷിങ്ങളെ ഓ കാഫിരീങ്ങളെ നിങ്ങ ಬೇರೆമേ ആവരു എന്ന് ദോഷാക്കിയ ആൽമാരട്ട ചൊല്ലപ്പെട്ടു. ഈ പലക്ക അള്ളാഹു തആല വിചാരണയുടെ ടൈമില് സുആലിന്റെ ടൈമില് ചൊല്ലേണ്ടൊരു അഭിപ്രായം ഉണ്ട്. ചില മഹാന്മാർ ചൊന്നാറ് ഇത് സ്വർഗത്തെ ആൽമാർക്ക് അള്ളാഹു തആല സ്വർഗത്തുക്ക് പോകൂല്ല അങ്ങനത്തെ പെർമിഷൻ കൊടുക്കുന്ന ടൈമിലായിട്ട് അള്ളാഹു ചൊല്ലേ അല്ലെങ്കിൽ മലക്കിങ്ങ ചൊല്ലേണ്ടു ചൊല്ല. സ്വർഗത്തെ ആൽമാർ സ്വർഗത്തുക്ക് ഇങ്ങനെ പോണ്ട ആ ഒരു സൊഫായിട്ട് ഇങ്ങനെ പോണ്ടത് കാണുമ്പോ ഏതൊരു കാഫിറും ഏതൊരു ദോഷാക്കിയ ആളും കൊതിച്ചു പോണ്ട നാനാ സാലില് പെട്ട ಅಂತല്ലേ ಪ್ರಯತ್ನ ಹಾಕಡ ಒಂದು അതിലും മെല്ലെ ಸೇರಗುಲ್ಲ ಪ್ರಯತ್ನ ಹಾಕಡ. അപ്പോഴാണതാ
അള്ളാഹു താല അല്ലെങ്കിൽ മലക്കുങ്ങ ചൊല്ലി വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ ഇണ്ട് നിക്ക് അതിൽ സേറുകില്ല നീ ബേരമാവും സെപ്പറേറ്റ് ആവൂ നിങ്ങ ബേറെ നിക്കൊരു നോക്ക എന്ന് ചൊല്ലി വല്ലാതെ ഒരു പേടുപാട്ടങ്ങനത്തെ രൂപത്തിലുള്ള വിഷയാണ് അണ്ട് ഒരു നിലക്കുള്ള പരസ്പരമായിട്ടുള്ള ബന്ധഗന്ധും അണ്ട് ഉപകാരത്തിക്ക് വരാലെ സ്വർഗത്തിക്ക് തന്റെ ബാപ്പ് പോകുമ്പോ നാണ് ആ ബാപ്പയുടെ മോണു ചെന്നിട്ടു മോണുകു ഓടിപ്പോയിട്ട് സ്വർഗത്തെ സാലിൽ ഒരിക്കലും സേറുകാവാലെ فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون തീർമാനായാൽ പിന്നെ ഖിയാമത്ത് നാളായാൽ പിന്നെ ഫല അൻസാബ ബൈനഹും പിന്നെ അങ്ങളിടല് സംബന്ധങ്ങ കുടുംബ ബന്ധങ്ങ അങ്ങനെ ഒരു ബന്ധമേ ഇല്ല എല്ലാം വേറെ വേറെയാണ് ഓരോരുത്ത ഒറ്റക്കൊറ്റക്കാണ് അള്ളാഹുടെ വിചാരണയുടെ എതിർശനായത് എല്ലാരും ഒർത്തൊർത്തനായിട്ടാണ് അള്ളാഹുടെ ഹിസാബുടെ നേരിടുന്നായത് അണ്ട് ഞാൻ അയാളുടെ മോണാണ് ഞാൻ ഇയാളുടെ മോണു ഞാൻ ഇയാളുടെ അബ്ബാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നാളുടെ ശിഷ്യാണ് ഇങ്ങനൊന്നും ചൊന്നിട്ട് ഫായതില്ല ഓരോരുത്ത അങ്ങനെ ഹിസാബും കിതാബുമായിട്ട് പോണു ഫല അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ എന്നിട്ട് അള്ളാഹു ചൊല്ല അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ ഓ മനുഷ്യന്മാരെ സ്വർഗത്തിക്ക് ആൽമാർ പോകുമ്പോ ಅದಕ್ಕೆ പോകു പ്രയത്നാക്കട ആൽമാരെ ഓ ദോഷിങ്ങളെ ഓ കാഫിരിങ്ങളെ നിങ്ങൾക്കു നാന് ചൊന്തന്നിട്ടില്ലേ എന്തിനുಂಟು അലമ്മഹദിയിലേക്കും നിങ്ങൾക്കു ഞാൻ ചൊന്തന്നിട്ടില്ലേ നിങ്ങളിട്ട ನಾನು ಅಗ್ರಿಮೆಂಟ್ ಹಾಕಿಟ್ಲ ಅಂತ ಎಂದ್ರೇಂಟು ಯಾ ಬನಿ ಆದಮ ಓ ಆದಮುടെ മക്കളെ നിങ്ങളിട്ട് അഗ്രിമെന്റ് ആക്കിന്നല്ലേ അല്ലാ തഅ്ബുദു ശൈത്താൻ ഷെയ്ത്താൻ ചൊന്ന പോലെ നിങ്ങൾ കേക്കണ്ട ഷെയ്ത്താൻ ചൊന്ന പോലെ കേക്കണ്ടാണ്ട് നിങ്ങളിട്ട് ഞാൻ ചൊന്നിട്ടില്ല ಅಂತ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ കാരണ എന്തുകൊണ്ട് അവൻ ചൊന്ന പോലെ കേക്കണ്ട നിങ്ങൾക്ക് അവನು ക്ലിയർ കട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെ ശത്രുവായിട്ടിക്കറ നിങ്ങളെ വ്യക്തമായിട്ടുള്ള നിങ്ങളെ ശത്രുവാണ് സാധാരണ ഞങ്ങളെ പിന്നെ രഹസ്യമായിട്ടുള്ള ശത്രു പല ആൾമാർക്ക് ഇക്കിടാറ് എതിരെതിരിಲು നല്ലലിക്കിടാറ് പെറത്തുൽ ഞങ്ങളെ ചതിക്കിടങ്ങനത്തെ പെറത്തുല് ഞങ്ങളെ ഉപദ്രാക്കിടങ്ങനത്തെ രഹസ്യമായിട്ടുള്ള ശത്രു ഇക്കിടാറ് അങ്ങനെ ഡീലാക്കട ചൊല്ലത് ഭാരി കഷ്ടായിട്ടിക്കും അങ്ങനെ പിന്നെ കാരണം അങ്ങനെ എതിരെതിരിലും അങ്ങനെ ശത്രുത്വ കാട്ടില്ലല്ലേ അതേ ടൈമിലും ഓപ്പൺ ആയിട്ടുള്ള ശത്രുവായിട്ടുള്ള ആളുടെ ഒരിക്കലും അയാളുടെ ചതിക്ക് ഒരിക്കലും പെട്ടുപോകണില്ല കാരണം അയാളുടെ ശത്രുത്വ കംപ്ലീറ്റ് വ്യക്തമായിട്ടിക്കരുത് എന്ന രൂപത്തിൽ അള്ളാഹു ചൊല്ലേ ഷെയ്ത്വാന് നിങ്ങളെ ഓപ്പൺ ആയിട്ടുള്ള ശത്രുവാണ് നിങ്ങളെ ബെടക്കാക്കിനായിട്ടാണ് അവൻ ചാലഞ്ച് ഇട്ടത് ആദം നബി അലൈഹിസ്സലാമുടെ അള്ളാഹു താല നല്ല റെസ്പെക്ട് ആക്കിയപ്പ മനുഷ്യകുലത്തെ അള്ളാഹു പ്രത്യേകമായ സ്ഥാന കൊടുത്തപ്പ ഷെയ്ത്താന് ഗന്ധയിത്ത് അതിൽ അസൂയായി പോയിട്ട് നണ്ടകാണ മേലെ ഇനി ഒരു സൃഷ്ടി പണ്ട നണ്ടകാണ മേലെ ഇനി ഒരു ആളുടെ ബറകു പോണ്ട എന്നുള്ള വലിയ അസൂയ അവനുണ്ടായിട്ട് അപ്പമേ അവನು ಚಾಲೆಂಜ್ ആക്കിയ അള്ളാഹുടട്ട ലൗഗിയന്നഹും അജ്മഈൻ അങ്ങനെ എല്ലാര ನಾನು ತೆರುತಪ್ಪಾಟ್ರೆ ನಾನು ತೆರುತಪ್ಪಗೂ കാരണമായ ഈ മനുഷ്യ സമൂഹല്ലേ അല്ലെങ്കിൽ മനുഷ്യകുല അല്ലേ മനുഷ്യന്മാർ ഉണ്ടാക്കിയപ്പല്ലേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിന്റെ നേരായ മുഖ പുറത്തു വന്നേ അത്രത്തോളം വലിയ ബൊമ്പായിട്ട് നല്ലവണായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന അവന്റെ നേരായ അവന്റെ ഉൾഗുല്ലങ്ങനത്തെ ബെടക്ക് അപ്പോഴാണ് പുറത്തു വന്നേ അപ്പൊ ആ മനുഷ്യകുലായിട്ടിക്കട അവನು ഒരു കണക്കിൽ ചൊന്നിട്ടെ മനുഷ്യനായിട്ടിക്കട അവನು തെരുതപ്പി പോകില്ല കാരണം അതുകൊണ്ടിട്ട് അവನು അള്ളാഹുടെ മുട്ടണ്ടേ ചാലഞ്ച് ഇട്ട ഒരുത്തരെ നാനും വിടാല് എല്ലാരെ നാന് അങ്ങനെ തെരുതപ്പാട്ടുകു സർവ പ്രയത്നവും ആക്കടെ സകല പ്രയത്നവും ആക്കടെ ಅಂತಾണ് അവൻ ചൊന്നത് വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും അള്ളാഹുടെ ടൗൺ എന്തൊരു ചൊന്നുണ്ട്
ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ വലഉളില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله. അവನು അള്ളാഹുടെ രണ്ട് ചാലഞ്ച് ഇട്ട് ചൊന്നറെന്തരെ, ഓ അള്ളാഹ്, ഓ റബ്ബേ, നിന്റെ അടിമകളെ കൂട്ടത്തിൽ ഒരു വലിയ ഒരു വിഭാഗത്തിനാണ് നന്റെ ആൽമാറായിട്ട് ഞാൻ എടുക്കുക. എന്നിട്ട് ഞാൻ അങ്ങനെ തെരുത്തപ്പാട്ടുവെ അങ്ങു ദുനിയാവുടെ മോഹങ്ങ വ്യാമോഹങ്ങ അങ്ങു ഞാൻ ഇഷ്ടം പോലെ ഇട്ടുകൊടുക്കുവനാണ്. നന്റെ ഡയറക്ഷൻ പ്രಕಾರ ഇട്ടിക്കു അങ്ങെല്ലാരും നടക്കിടെ. ഒല ആമുറന്നഹും, നന്റെ ഡയറക്ഷൻ പ്രಕಾರ അങ്ങ് നടക്കിടാറ്. നന്റെ ഡയറക്ഷൻ പ്രಕಾರ നടന്നിട്ട് അങ്ങ് വിഗ്രഹാരാധന ആക്കുവാർ, ദുനിയാവുടെ മോഹങ്ങളിലങ്ങ് ബലിയാവുവാർ. ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. ഷെയ്ത്താന്റെ വർത്ത വലിയായിട്ട് ചെങ്ങായായിട്ട് സ്വീകരിച്ചാണ് അള്ളാഹുടെ വിട്ടിട്ട് ഷെയ്ത്താന്റെ ചെങ്ങായായിട്ട് സ്വീകരിച്ചോണു, അവನು മഹാനഷ്ട അനുഭവിക്കണോന്നായിട്ടിക്കതാ. യഇദുഹും വയുമന്നീഹിം, ഷെയ്ത്താൻ ഈ മനുഷ്യന്മാർക്ക് ചെമ്മ വാഗ്ദാനങ്ങാക്കട, നീ ഇങ്ങനെ പിന്നെ ജീവിച്ചിട്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ എൻജോയ്മെന്റ്സ് നിങ്ങൾക്ക് ഇട്ട് ഇന്ന ഫായ്ദ നിങ്ങൾക്ക് ഇട്ട് ചെന്നിട്ട് ചെമ്മ വാഗ്ദാനങ്ങാക്കട. വയുമന്നീഹിം, അങ്ങനെ ചെമ്മ ആശ ബർപ്പാട്ട, അതാക്ക് നീന് ഇതാക്ക് നിക്ക്, പിന്നെ നീന് ഈ മാർഗത്തിൽ പോയെങ്കിൽ ബെടക്കായ പല മാർഗത്ത് ಬಗ್ಗೆ ಅವನು ആശ ഉണ്ടാക്കപ്പാട്ട. പക്ഷെ ഷെയ്ത്താൻ ആക്കടങ്ങനത്തെ എല്ലാ വാഗ്ദാനങ്ങൾ വെറും വഞ്ചന മാത്രമാണ്, വെറും ചതി മാത്രമായിട്ട്. ഫസ്റ്റിലത് ചതിയിട്ട് കൊന്താവില്ല, അവസാനമായിട്ടാണ് ചതിയിട്ട് കൊന്താവിടെ. അതാണ് അല്ലാഹു തആല ചൊന്നെ, ഓ മനുഷ്യന്മാരെ, അലം അഅഹദിലേക്കും യാ ബനി ആദമ, ഓ മനുഷ്യന്മാരെ, ഇണ്ട് നരകത്തേക്ക് പോകൂ. ഭർത്തായിട്ടുള്ള അങ്ങനത്തെ മനുഷ്യന്മാരെ നിങ്ങളിട്ടതാണ് ചൊന്നിട്ടില്ലാത്ത അല്ലാ തഅ്ബുദു ശൈത്താൻ, ഷെയ്ത്താന്റെ നിങ്ങ ആരാധനാക്കിരണ്ട മാത്ത്, ഷെയ്ത്താന്റെ നിങ്ങ ഇബാദത്താക്കിരണ്ട. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ശത്രുവായിട്ടിക്കറ. എന്ന് മാത്രല്ല, നാല് ആഖിറത്തില് വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു, നാല് ആഖിറത്തില് ഹിസാബ് കിതാബല്ല തീനൽ, പിന്നെ ദുനിയാവില് ഷെയ്ത്താന്റെ ആൽമാറായിട്ട് നടന്ന ആൽമാർ, ഷെയ്ത്താൻ ചൊന്ന പോലെ നടന്ന ആൽമാർ, ഷെയ്ത്താന്റെ ആൽമാറായിട്ട് നടന്ന ആൽമാർ, നാല് ആ ഷെയ്ത്താന്റെ മുന്നിലു അനുഭവിക്കണായ ഒരു ദുരന്ത പരിസ്ഥിതി, അങ്ങനെ ഒരു ഖേദകരമായ പരിസ്ഥിതി അല്ലാഹു തആല ഖുർആനിൽ ചൊന്നിട്ടുള്ള. വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു, നാല് തീർമാനല്ല ആയൽ പിന്നെ ഖിയാമത്ത് നാൾ രണ്ട് എല്ലാരെ തീർമാനല്ല ആയൽ പിന്നെ ഷെയ്ത്താൻ ചൊല്ലുക എന്തിനിട്ട്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, ദുനിയാവുലു അല്ലാഹു നിങ്ങകു നേരായ വാഗ്ദാനങ്ങാക്കിന്ന, നേരായ പ്രോമിസിങ് അല്ലാഹു തആല നിങ്ങകു തന്നുന്ന, സത്യമായിട്ടുള്ള അങ്ങനത്തെ പ്രോമിസിങ്. പക്ഷെ വവഅദ്തുക്കും, നാന് നിങ്ങകു ചെമ്മ പ്രോമിസിങ് അല്ല തന്നുന്നേ, നാൻ നിങ്ങളുടെ ചൊന്നുന്നേ, നിങ്ങൾ ഈ ദുനിയാവിൽ ഇഷ്ടം പോലെ സ്വത്തുങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ കൂടെ ശാശ്വതമായിട്ട് ജീവിക്കുമ്പോൾ വ്യവസ്ഥ ഞാൻ ആക്കി തന്റെ, അങ്ങനെ പലയിനമും തുരുല്ലേ ബെടക്കങ്ങളെ കൊണ്ട് നാണ് നിങ്ങകു പ്രേരേപണയാക്കിന്നെ, നാ നിങ്ങകു പിന്നെ സജഷൻ ഡയറക്ഷൻ തന്നോട്ടിന്നെ. പക്ഷേ നന്റെ വാഗ്ദാനല്ല വെറും പൊള്ളു വാഗ്ദാനങ്ങായിട്ട് ഫാഖ്ലഫ്തുക്കും, ഇതാ നാണിപ്പ ആ വാഗ്ദാനല്ല ഉല്ലംഘനാക്കിയോണ്ടില്ലേ, നക്കാ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുക നാണ് വഞ്ചിച്ചതാണ് നിങ്ങളെ. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി, നക്ക് ഇന്ന ഡ്യൂട്ടി ഇത്ര മാത്രാണ്, നാൻ നിങ്ങളെ ദഅവത്താക്കിയോണ്ടിന്നെ, നിങ്ങളെ ബെടക്കായ മാർഗത്ത് നിങ്ങളെ നാൻ ദഅവത്താക്കിയെന്നെ. ഫസ്തജബ്തും ലി, നിങ്ങൾ എല്ലാവരും നന്റെ ദാവത്തുക്ക് നിങ്ങ ഉത്തര തന്നാർ, ജവാബ് തന്നാർ. ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, ഇണ്ട് നിങ്ങ നന്റെ പറയുക പറണ്ട, നാണ് തെരു തപ്പാട്ടിയെ ചൊന്നിട്ട് നന്റെ നിങ്ങ ആക്ഷേപിക്കണ്ട. വലൂമൂ അൻഫുസകും, നിങ്ങളെ മേ നിങ്ങ ആക്ഷേപിച്ചുള്ളൊരു. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, ഇണ്ട് നക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തുക ആവില്ല, നന്റെ നിങ്ങൾക്കും രക്ഷപ്പെടുത്തുക ആവില്ല. പോയി ഞങ്ങ ഒട്ടിಗೆ പോയി നരകത്തുക്ക് പോയി. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, നന്റെ നിങ്ങ അല്ലാഹുടെ പോലെമേ നന്റെ നിങ്ങ
ഒരു ആരാധനാ കിടറൂപത്തിൽ നിങ്ങൾ കണ്ടോണ്ടിന്നാറ് നണ്ട ഒരു വലിയ ദേവർ പോലെ നിങ്ങൾ കണ്ടോണ്ടിന്നാറ് അള്ളാഹുടെ അങ്ങനെ ദേവർ പോലെ കാണുന്ന ആ രൂപത്തിൽ നണ്ട നിങ്ങൾ ഒരു ഇലാഹിട പോലെ കണ്ടോണ്ടിന്നാറ് നാ ചൊന്നതല്ല നിങ്ങൾ അനുസരിച്ചുകൊണ്ടിന്നാറ് പക്ഷേ ಇಂಡಿದ ನಾನು ಆ ಬಂದಲ್ಲ ಮುರ್ಚಿರೆ ನಾನೇ ನೇರಾಯ್ತು ನಾನು അങ്ങനത്തെ ഒരു ഇലാഹല്ല ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം ಇಂಡಿ എല്ലാ ലാലിമീങ്ങോഗു ബെടക്കാക്കി ആൽമാർക്ക് അള്ളാഹുടെ വിട്ടിട്ട് ಬೇರೆ ആൽമാരെ ഇലാഹാക്കി എല്ലാ ആൽമാർക്കും ശക്തമായ ശിക്ഷ ഉണ്ട് നക്കുമുണ്ട് നിങ്ങുകൊണ്ട് പോയി ഞങ്ങൾ ഒട്ടിಗೆ നരകത്തിക്ക് പോയി ചെന്നിട്ടു ഷെയ്ത്താന് എല്ലാ നിലക്കും പെരജാറ് അങ്ങനത്തെ ഒരു 4 ബറകുണ്ടുണ്ട് അള്ളാഹു താല ചെന്നിട്ടില്ല ആ ഒരു ചതികാട്ടങ്ങനത്തെ ഷെയ്ത്താന്റെ ಬಗ್ಗೆ ആണ് അള്ളാഹുടെ കേക്കടെ അലം മഅഹദിലേക്കും യാ ബനി ആദം ഓ മനുഷ്യ സന്തതിയെ ഓ മനുഷ്യന്മാരെ നിങ്ങളുടെ ನಾನು ചൊന്നിട്ടില്ല ಅಂತ അല്ല തഅബുദു ഷൈത്താൻ ഷെയ്ത്താന്റെ നിങ്ങ ഇബാദത്താക്കണ്ടാണ്ടാണ് അള്ളാഹു പ്രയോഗിച്ചത് തഅബുദു ചൊന്നെങ്കിൽ നിങ്ങ ആരാധന ആക്കണ്ടാണ്ട് ഷെയ്ത്താന്റെ ഇബാദത്താക്കടെ ചൊന്നെങ്കിൽ കൂടെ അർത്ഥ ഷെയ്ത്താന്റെ അല്ലാ തുതീഉ ഷൈത്താൻ ഷെയ്ത്താൻ ചൊന്ന പോലെ കേൾക്കണ്ടാണ്ടാണ് ഷെയ്ത്താന്റെ ഇപ്പൊ നങ്ങന്തും ഷെയ്ത്താന്റെ ആരാധന ആക്കിക്കൊണ്ടില്ലല്ലേ പക്ഷേ നങ്ങ പല കാര്യത്തിലും ഷെയ്ത്താൻ ചൊന്ന പോലെ കേക്കിടം കയറ്റിക്ക നോക്കൊരു നിങ്ങ ഷെയ്ത്താന്റെ ചതിങ്ങ എങ്ങനെ ಅವನು ഫസ്റ്റ് മനുഷ്യരട്ട ചൊല്ല ഈ ലോകത്ത് അങ്ങനെ നീ വിചാരിച്ച പോലത്തെന്തും ഒരു ദേവരു ഇലാഹ് ചൊന്നിട്ടെന്തും ഇല്ല ഇതെല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ട് കൊണ്ടാണ് കൂടെ പിന്നെ ഈ ജീവന കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവന പണ്ടേ അങ്ങനെ ഒരു വിഷയമൊന്നും ഇല്ലേ കൂടെ എത്ര എൻജോയ് ആക്കോട് അത്ര എൻജോയ് ആക്കിയിട്ട് തീർക്കുണ്ടങ്ങ ചെറിയൊരു ലൈഫാണുള്ളേ കൂടെ എത്ര എൻജോയ് ആക്കോട് അത്ര എൻജോയ് ആക്കിയിട്ട് തീർക്കുന്നു വേറൊരു ദേവരു ഇലാഹ് ആഹിറ ഇതൊന്നും ചൊന്നിട്ടില്ല ചില ആൾമാരുടെ ചൊല്ല അതായത് കുഫുറുക്ക് കാഫിറാവുക പ്രേരിപ്പിക്കട അതാണ് അവന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ അത് വലിയ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കാഫിറാവുടെ ചൊല്ലി അത് ചില ആൾമാർ അതിൽ പെട്ടുപോണ്ടാറ് അവന്റെ ആ ഒരു ചതിൽ പെട്ടുപോണ്ടാറ് ആ ചില ആൾമാർ അതിൽ പെട്ടുപോകണില്ല അങ്ങനെ ചിലപ്പോ ചൊല്ലുവാറില്ല കുഫുറുക്ക് നാനൊന്നുമില്ല അള്ളാഹു ഇല്ല ചൊല്ലുക നാനില്ല ഈ ലോകത്ത് ഒരു അള്ളാഹു ഇല്ല അത് നാണ് വിശ്വസിക്കരാണ്ട് ഒരു ഇലാഹു ഇല്ലാണ്ട് വിശ്വസിക്കരാണ്ട് ചൊല്ല അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്റ്റേജിൽ അവന്റെ സ്വീകരിക്കാത്തങ്ങനെ അവന് നെക്സ്റ്റ് അവನು തെരുത്തപ്പാട്ട് എങ്ങനെ ചൊന്നെങ്കിൽ ആക്പാട്ടിട്ടാണ് നീ വിചാരിച്ച പോലെ ഓരോ ഇലാഹല്ലൊക്കെ പക്ഷേ ആ ഇലാഹ് മാത്രം നിക്ക് മെയ്യാവില്ല ആ പിന്നെ മേലായിട്ടുള്ള അങ്ങനത്തെ ഇലാഹ് മാത്രം നിന്റെ കാര്യങ്ങൾ നടക്കുക മെയ്യാവില്ല നിക്ക് വേറെ കുറെ ചെറിയ ഇലാഹുമാർ വേണാവും കുട്ടി ദേവറുമാർ ചെറിയ ദേവറുമാരല്ല നിന്റെ അകത്യത്തിക്ക് വേണാവോട് ചെന്നിട്ടു ഷിർക്കാക്പാട്ട ഇതാണ് അവന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇനി സുഹൃത്ത് ഷിർക്കാക്കുകയും തയ്യാറിക്കില്ല ഇല്ല അങ്ങനെ അള്ളാഹു അല്ലാത്തൊരു വേറെ ഇലാഹിനെന്നാണ് സ്വീകരിക്കുന്നതാണില്ല പിന്നെ തൗഹീദ് ആളാണെന്നാണ് ഏകനായ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളാണെന്ന് ചൊന്നിട്ടു മുസ്ലിം അവിടെ അങ്ങനത്തെ ആളുടെ അവನು പിന്നെ തപ്പാട്ടെങ്ങനെ അവನು പിന്നെ വേറെ ദുർമന്ത്രങ്ങാക്കട അവന്റെ പിന്നെ വേറെ ദുർമന്ത്രങ്ങളിക്കിട് ഓക്കെ നീന് തൗഹീദ് ആള് നിക്ക് അള്ളാഹു മാത്രം മെയ്യാവല്ലേ അള്ളാഹു അല്ലേ ഈ ലോകത്തെല്ലാം നിയന്ത്രണാക്കണേ വേറെ ആളുടെ നിക്ക് അകത്തിയില്ല വേറെ ആരും നീന് അംഗീകരിക്കണായ ആളല്ല നീന് അള്ളാഹു അല്ലാത്ത വേറെ ആരും നീന് ആരാധനാക്കൂത്തീര അതുകൊണ്ട് നീന് അള്ളാഹുടെ റസൂലായിട്ട് ബന്ധങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീന് അങ്ങനെ വലിയ നിലക്ക് നീ റെസ്പെക്ട് ആക്കുകൂത്തീര നീന് അത് റെസ്പെക്ട് ആക്കിയിട്ടെങ്കിൽ പിന്നെ അത് ചിലപ്പോ അത് ഇബാദത്തായി പോവും അള്ളാഹുടെ ആക്കരുത് പോലെ ആയിപ്പോവും അതുകൊണ്ട് നീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീന് വലിയ മട്ടിലെന്തു നീന് റെസ്പെക്ട് ആക്കണ്ട നബിത്തങ്ങ ഒരു സാധാരണ മനുഷ്യ അള്ളാഹു റസൂലാക്കിനായിട്ട് മാത്ര ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ പോലെ ജീവിച്ച സാധാരണ മനുഷ്യായിട്ട് കേട്ട് നമ്പിയെങ്കിൽ മെയ്യാവുണ്ടു അങ്ങനത്തെ ദുർമന്ത്രങ്ങ വസ്വാസങ്ങ മനസ്സിലുണ്ടാക്കണം അപ്പോഴാണ് എന്തിനുണ്ടാവിടെ ബിദഅത്തുണ്ടാവിടെ അതാണ് അവന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബിദഅത്തിലെ ബീജങ്ങ മനുഷ്യന്റെ മനസ്സിൽ വിറ്റുകൊണ്ട് പോണ്ടേ അപ്പൊ ചില ആൾമാർ അതിൽ പെട്ടുപോണ്ടാറ് അങ്ങനെ ഒരു പിന്നെ തെരുതപ്പിപ്പോയ അങ്ങനത്തെ ഒരു തൗഹീദിന്റെ പേരിൽ തെരുതപ്പിപ്പോയ അങ്ങനത്തെ ഒരു മാർഗത്തിലായി പോണ്ടാറ് അങ്ങോക്ക് ബഹുമാനിക്കടെ അതുപോലെ ആരാധിക്കടെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തിനായിട്ട് അങ്ങോക്ക് മനസ്സിലാക്കുക ആവില്ല അതിനെ ಬಗ್ಗೆ ആലോചന ആക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണായതാണ് അത് ബഹുമാനിക്കടെ ചൊന്നെങ്കും ബഹുമാനിക്കടെ ആരാധിക്കടെ
ആരാധന ആക്കടെ ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടു. ഇബാദത്താക്കടെ ചൊന്നെങ്കിൽ എന്തിന് ആരാധന ചൊന്നെങ്കിൽ ഒരാളുടെ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് ബഗ്ഗി കൊടുക്കേണ്ടിട്ടാണ് ഇബാദത്ത് ചൊന്നി. ഒരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ അനുസരണ ആക്കണം വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ. അയാൾ ചൊന്ന പോലെ പിന്നെ മാത്ര കേക്കടെ എന്ന രൂപത്തിൽ. അങ്ങനെ ഒരിക്കലും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും ആക്കില്ല. നബിത്തങ്ങളെ ഞങ്ങൾ അനുസരണാക്കടെ എന്തുകൊണ്ടിട്ടു അല്ലെ നബിത്തങ്ങ ചൊന്ന പോലെ കേക്കടെ എന്തുകൊണ്ടിട്ടു അള്ളാഹുടെ റസൂലൈറ്റിക്കർ അള്ളാഹു താല കട്ടിയങ്ങനത്തെ റസൂലൈറ്റിക്കർ എന്ന നിലക്കാണ് നബിത്തങ്ങളെ ഞങ്ങൾ അനുസരണാക്കട്. അപ്പൊ അത് നബിത്തങ്ങുല്ല ഇബാദത്താവില്ല. നബിത്തങ്ങളെ ബഹുമാനിക്കടെ അല്ലെങ്കിൽ നബിത്തങ്ങളെ റസൂലായിട്ട് അംഗീകരിക്കടെ ചൊല്ല മാത്ര കാര്യമാണ് അവിടെ. പക്ഷേ ഈ ഒരു വ്യത്യാസ ഇബാദത്തുകും അതുപോലെ ആദരിക്കടെ ബഹുമാനിക്കടെ ഇത് തമ്മിലുള്ള വ്യത്യാസ മനസ്സിലാക്കുക ശൈത്താൻ കൂടില്ല. അപ്പൊ വിദഅത്ത് ഉണ്ടാവും. വിദഅത്ത് കൊണ്ടിട്ടാണ് പിന്നെ തെരുത്തപ്പാട്ട് അതുക്കും റെഡി ആവാത്തെ ഞങ്ങളെ പോലത്തെ ആൾമാരിക്കുവാറ് വിദഅത്ത് എന്തുക്കും നാനില്ല. നാണ് നബിത്തങ്ങളെ ആരാധിക്കില്ലൊക്കെ നാണ്. പക്ഷെ നാണ് ബഹുമാനിക്കടെ ഏറ്റവും അള്ളാഹു താല ബഹുമാനിച്ച വലിയ നബിയല്ലേ. അതുകൊണ്ടിട്ട് നാണ് നല്ലോണം ബഹുമാനിക്കടെ ഔലിയാക്കന്മാർ അംഗീകരിക്കടെ ഔലിയാക്കന്മാർ ബഹുമാനിക്കട എന്ന രൂപത്തില് സുന്നിയായ രൂപത്തിൽ ഇക്കടെ ആൽമാരെ തെരുത്തപ്പാട്ടെ. പിന്നെ എങ്ങനെ അങ്ങനെ തെരുത്തപ്പാട്ടെ മഅസിയത്ത് കൊണ്ടിട്ടാണ്, ദോഷങ്ങളെ കൊണ്ടിട്ടാണ്. ഞങ്ങളെല്ലാം ഷെയ്ത്താൻ തെരുത്തപ്പാട്ടിട്ടില്ല ദോഷങ്ങളെ കൊണ്ട്. ഓക്കെ നീന് നല്ല വിശ്വാസല കറക്റ്റ് വേണു. പക്ഷേ അള്ളാഹു ഗഫൂർ അല്ലേ, അള്ളാഹു റഹീം അല്ലേ, അവൻ പുറത്തണ്ടല്ലേ. അതുകൊണ്ട് ചെറിയ ചെറിയ തപ്പല്ലാക്കി വിഷയമല്ല. ഒരു നോമ്പെല്ലാം വിട്ടുപോയെങ്കിൽ വിഷയമല്ല. ആ നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ വിഷയമല്ല. അല്ലെങ്കിൽ ഒരു ഹറാമായ കാര്യം ആക്കിയെന്തോ അങ്ങനൊന്നും വലിയ വിഷയമൊന്നുമില്ല. അള്ളാഹു താലിട്ടൊന്ന് തൗബാക്കി മെയ്യാവും, അള്ളാഹു പുറത്തണ്ടല്ലേ എന്ന രൂപത്തിലുള്ള വസ്വാസ് ഉണ്ടാക്കിയിട്ട് ഷെയ്ത്താന് അങ്ങനത്തെ ആൾമാരെ തെരുത്തപ്പാട്ട്. അവന്റെ ലാസ്റ്റ് സ്റ്റേജ് അതാണ്, മിനിമം സ്റ്റേജ് അതാണ്. അവന്റെ മാക്സിമം സ്റ്റേജ് അവന് കുഫർ ഉണ്ടാക്കണേ ചൊല്ലത്, മിനിമം ചൊല്ലത് ഇങ്ങനത്തെ മഅസിയത്ത് ദോഷങ്ങൾ ഉണ്ടാക്കണേ. പക്ഷേ അതിൽ ശ്രദ്ധിക്കണായത് ഷെയ്ത്താന് ചിലപ്പോ ഒരു മിനിമം സ്റ്റേജിൽ തുടങ്ങിയിട്ട് പിന്നെ അവസാനമായിട്ടാണ് മാക്സിമം സ്റ്റേജിൽ എത്തുപാട്ട. ഫസ്റ്റ് ചിലപ്പോ ചെറിയ ദോഷങ്ങാക്കുപാട്ട, ഹറാമായ കാര്യങ്ങാക്കുപാട്ട. അങ്ങനെ ഹറാമായ കാര്യം ആക്കി ഫിസ്ക് ഉണ്ടാക്കണം. ഞങ്ങളെ ഫാസിഖാക്കി വിട്ര. പിന്നെ ഫാസിഖ് ആക്കിയിട്ട് പിന്നെ ഫിസ്കയുടെ ആ ടേസ്റ്റ് പിടിച്ചിട്ട് ദോഷത്തെ ടേസ്റ്റ് പിടിച്ചിട്ട് പിന്നെ വിദേഹത്തേക്ക് എത്തിപ്പോണ്ട ചിലപ്പോ. നഊദു ബില്ലാഹ്, അള്ളാഹു താല ഞങ്ങളെ കാക്കട്ട്. വിദേഹത്തിലെ ആ സ്റ്റേജ് വിട്ടിട്ട് പിന്നെ കുഫ്റുക്ക് എത്ര, അള്ളാഹു താല ഞങ്ങളെ കാക്കട്ട്. ഷെയ്ത്താൻ അങ്ങനെ ഓരോന്ന് ചെറിയ ബല ഇട്ടിട്ടാണ് അവന് പോണ്ടേ. സാധാരണ ഏത് കാര്യം അങ്ങനല്ലേ. ഒരു മീനെല്ലാം പിടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിയൊരു പിന്നെ ഫസ്റ്റിക്ക് വലിയ ഹന്തത്തിക്ക് ഇല്ല. ചെറിയത്തിൽ തുടങ്ങിയിട്ടാണ് എന്താക്കണേ വലിയ ഹന്തത്തിക്ക് എത്ര. അതേപോലെയാണ് ഷെയ്ത്താന്റെ ഷെയ്ത്താന്റെ കുതന്ത്രങ്ങ. അത് വലിയ പഠിക്കുണായ വിഷയമാണ്. ഒരു ശത്രുടെ എതിരിസുമ്പോ അല്ലെ, സാധാരണ ഒരു യുദ്ധത്തിൽ ഒരു ശത്രുവിട്ട് യുദ്ധാക്കുമ്പോ, അതും ഓപ്പൺ ആയിട്ടുള്ള ശക്തമായിട്ട് ശത്രുവായിട്ടുള്ള ഒരാളിട്ട് ലടയാക്കുമ്പോ ആ ശത്രുടെ ಬಗ್ಗೆ കംപ്ലീറ്റ് പഠിച്ചിട്ടിക്കണം. എങ്ങനെല്ലാം അവന് കുതന്ത്രാക്കടെ, എന്തെല്ലാമാണ് അവന്റെ തന്ത്രങ്ങ, അവന്റെ കഴിവും എന്തെല്ലാണ്, അവന്റെ വീക്ക്നെസ് എന്തെല്ലാം ഇട്ടിക്കറ് എന്നതെല്ലാം പഠിച്ചു വെക്കണം അവൻ. എന്ന രൂപത്തിലെ ഷെയ്ത്താന്റെ കുതന്ത്രങ്ങൾ എന്തെല്ലാം ഇട്ടിക്കറ്. ഷെയ്ത്താൻ ഇട്ടിക്കറ ഞങ്ങൾ ഏറ്റവും വലിയ ശത്രു. അതിരപ്പുറ വലിയൊരു ശത്രു ആറുമില്ല നമുക്ക്, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. ഷെയ്ത്താന്റെ ഭാഗമായിട്ടുള്ള ശത്രുവായിട്ട് അല്ലാണ്ട്, ഷെയ്ത്താന്റെ അനുയായിയായിട്ടുള്ള ശത്രു അല്ലാണ്ട് നമുക്കൊരു ശത്രുമില്ല നേരായിട്ട്. നമുക്കുള്ള ശത്രുങ്ങളെല്ലാം ഷെയ്ത്താന്റെ അനുയായിയായിട്ടുള്ള ശത്രുങ്ങളാണ്. അപ്പൊ ആ ഷെയ്ത്താന് ചൊല്ല വലിയ ശത്രുയുടെ ಬಗ್ಗೆ വലിയ എച്ചരിക്ക വേണു. അതോടുകൂടെ നമുക്ക് എന്തിനു വേണു, അവന്റെ ಬಗ್ಗೆ അവന്റെ കുതന്ത്രങ്ങളെ ಬಗ್ಗೆ ബോധ വേണു. അപ്പോഴാണ് അവന്റെ കുതന്ത്രങ്ങളെ നമുക്ക് എന്താക്കും, അവിടെ ഓവർടേക്ക് ആക്കുക, അവിടെ അതിൽ നിന്ന് ബച്ചാവുക. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അള്ളാഹു താല ആഖിറത്തിൽ ദോഷം ആക്കിയ ആൾമാരട്ട, നരകത്തിക്ക് പോകേണ്ട ആൾമാരട്ട അള്ളാഹു താല കേൾക്കണങ്ങനത്തെ ക്വസ്റ്റ്യൻ. അലം അഹദിലേക്കും യാ ബനി ആദം, ഓ മനുഷ്യ ആൽമാരെ നിങ്ങളിട്ട നാൻ ചൊന്നിട്ടില്ല ಅಂತ അല്ല തഅബുദു ഷൈത്താൻ, ഷെയ്ത്താൻ ചൊന്ന പോലെ കേൾക്കണ്ട. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, കാരണം അവന് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ശത്രുവായിട്ടിക്കറ എന്ന് ഞാൻ നിങ്ങളിട്ട ചൊന്നിട്ടില്ല ಅಂತ എന്തിಗೆ നിങ്ങൾ അവൻ ചൊന്ന പോലെ കേട്ടാ. എന്നിട്ട് അള്ളാഹു ചൊല്ല വാനിഅ്ബുദൂനി, അതുപോലെ നാ നിങ്ങളിട്ട ചൊന്നിട്ടില്ല ಅಂತ എന്തിനേട്ടു വാനിഅ്ബുദൂനി, നന്റെ ഇബാദത്താക്കൊരു, ನಾನು ചൊന്ന പോലെ കേക്കൊരു ഉണ്ടു നാ നിങ്ങളിട്ട ചൊന്നിട്ടില്ല ಅಂತ. ഹാദാ സിറാത്തും മുസ്തഖീം,
ನಾನು ಚೊನ್ನ പോലെ കേക്കടതെ ടിക്കറ് നേരായ റൂട്ടു സ്വർഗത്തുകെത്തുകൊല്ലങ്ങനത്തെ നേരായ മാർഗ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാർഗ അത് നാൻ ചൊന്ന പോലെ കേക്കടതെ ടിക്കറ് നന്റെ ഇബാദത്താക്കടതെ ടിക്കറ്. അപ്പൊ വളരെ ചിന്തിക്കുന്നതായ ആയത്തുകളാണ് അള്ളാഹു താല ചൊന്നിട്ടില്ലേ. നോക്കൊരു ഷെയ്ത്താൻ ചൊന്ന പോലെ കേക്കണ്ടാണ്ട് അള്ളാഹു താല ചൊന്നപ്പോ അള്ളാഹു താല ആക്കിയ പ്രയോഗ എന്തിരെ അല്ലാ തഅ്ബുദു ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ നിങ്ങൾ ഇബാദത്താക്കണ്ടാണ്ടാണ്. എന്തുകൊണ്ടിട്ട് അങ്ങനെ ആക്കിയേ? കാരണം മനുഷ്യന്മാര് ഷെയ്ത്താന് ചൊന്ന പോലെ കേട്ട് കേട്ടിട്ട് ഏത് ഹന്തത്തിക്ക് എത്തിരാറുണ്ടെങ്കിൽ ഇബാദത്താക്കടെ ഹന്തത്തിക്ക് പോലും എത്തിരാറുണ്ട്. ഷെയ്ത്താനുക്ക് ഇബാദത്താക്കടെ രൂപത്തിൽ അങ്ങ് ഷെയ്ത്താൻ ചൊന്ന പോലെ കേട്ടോണ്ടില്ലാറുണ്ട്. ഞാൻ ചൊന്നല്ലേ ഇബാദത്തിന്റെ അർത്ഥ ഒരാളുടെ കംപ്ലീറ്റ് ഒരാൾക്ക് നങ്ങ ബഗ്ഗി കൊടുക്കടെ ശരണാവുടെ ഒരാള് ചൊന്ന പോലെ കംപ്ലീറ്റ് കേക്കടെ ആ രൂപത്തിലായിപ്പോ പോയിട്ടില്ലാറ് മനുഷ്യന്മാർ. ഷെയ്ത്താനിയായിട്ടുള്ള ഏതൊരു കാര്യത്തെ അങ്ങ ക്വസ്റ്റ്യൻ ആക്കുക റെഡിയില്ല, അതിൽ നിന്ന് പെറ ജാറൊക്കെ റെഡിയില്ല. അതൊരു ക്വസ്റ്റ്യൻ ആക്കിയ പുറത്തേക്ക് ആ ക്വസ്റ്റ്യൻ ആക്കിയോണ്ട് മേലായിട്ടിക്കൽ എല്ലാവരും ആക്രമണ ആക്കണേ. ഇണ്ട് ഞങ്ങളെ അവസ്ഥ ഞങ്ങൾ നോക്കിയിട്ട് എന്തെല്ലാം അഡിക്ഷൻസുകളാണ്, ഷെയ്ത്താനിയായിട്ടുള്ള അഡിക്ഷൻസുകളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഉദാഹരണക്ക് മൊബൈൽ അഡിക്ഷൻ, വലിയങ്ങ ചെറിയങ്ങ എന്ന് വ്യത്യാസമില്ലാണ്ട് ഇണ്ട് ഞങ്ങ ഫുള്ള് മൊബൈൽ ഫോണിലാണ് ഞങ്ങൾ ഉള്ളത്. അതിലുള്ള അങ്ങനത്തെ വ്യർത്ഥമായിട്ടുള്ള അങ്ങനത്തെ കാര്യത്തിലായിട്ടിക്കൽ ഞങ്ങളെ എത്രമാ ടൈമുങ്ങ ഞങ്ങൾ സ്പെൻഡ് ആക്കിയോണ്ടില്ലേ. അതെല്ലാം ഷെയ്ത്താനിയായിട്ടുള്ള ഡയറക്ഷൻസ് ആയിട്ടിക്കല്. ഷെയ്ത്താൻ നമുക്ക് ഇങ്ങനെ ഡയറക്ഷൻ തന്നോട്ടില്ല, ഇൻസ്ട്രക്ഷൻ അങ്ങ് തന്നോട്ടില്ല, നിർദ്ദേശനങ്ങ അവന്റെ നിർദ്ദേശന പ്രകാരമായിട്ടിക്കല് ഞങ്ങൾ അതിലിങ്ങനെ മുങ്ങിയോണ്ടില്ലേ. മൊബൈൽ ചൊന്നെങ്കിൽ ഒരു തര അത് ഷെയ്ത്താനിയായ ഒരു ഡിവൈസ് ആയിട്ടിക്കല്. ഷെയ്ത്താന്റെ ഒരു പിന്നെ വലകൈ ബണ്ടാണ്ട് ചൊല്ലും പോലത്തെ ഒരു വലിയൊരു കാര്യമാണ് മൊബൈൽ ഫോൺ ചൊല്ലുന്നത്. അതിൽ നിന്നുണ്ടാവുടെ അങ്ങനത്തെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവുടെ അങ്ങനത്തെ ഷർറുങ്ങ ചൊന്നു തീരാത്തത്ര അങ്ങനത്തെ ഷർറുകളാണ്. അപ്പൊ അതിരെ അഡിക്ഷനിൽ ആയിട്ട് ഇണ്ടത്തെ എല്ലാ ആൽമാർ അതിലാറും നാനടക്കം ആറും വ്യത്യാസമില്ലാണ്ട് മൊയിലാറ പിന്നെ മൊയിലാറല്ലാത്തങ്ങമ്മ ചെറിയങ്ങമ്മ വലിയങ്ങമ്മ ഇങ്ങനെ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും അതിരെ വ്യസനത്തിൽ അതിരെ അഡിക്ഷനിൽ മുങ്ങിപ്പോയിടാറ്. ആർക്കും അതിരെ പുറത്തു പിറകാവാത്ത രൂപത്തിൽ. അപ്പൊ ഷെയ്ത്താൻ എത്രത്തോളം ഞങ്ങളെ കൺട്രോൾ ആക്കിയോണ്ടില്ല. അതുപോലെ എല്ലാ പല കാര്യങ്ങൾ ഫുഡ് വിഷയത്തിലാവട്ടെ ബാക്കിയുള്ള എല്ലാ കാര്യത്തില് ഷെയ്ത്താനാണ് യഥാർത്ഥത്തിൽ നങ്ങ ലാ ഇലാഹ ഇല്ലല്ലാണ്ട് നങ്ങ എപ്പോഴും ചൊന്നോട്ടിന്നെങ്കും അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹും ഇല്ല, അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹു ഇല്ലാണ്ട് ചൊന്നിട്ടെങ്കും ഞങ്ങളെ ജീവിതത്തിൽ നോക്കുമ്പോ നങ്ങ ഒരു കണക്കിൽ അല്ലെങ്കിൽ പിന്നൊരു കണക്കിൽ ഷെയ്ത്താന്റെ ഇലാഹാക്കിയോണ്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളെ ഹവൻ നഫ്സിനെ ഞങ്ങൾ ഇലാഹാക്കിയോണ്ടില്ല. അവൻ നഫ്സിനെങ്കിൽ ഞങ്ങളെ സ്വന്തം തടിയിച്ചരെ ഇലാഹാക്കടെ ഒന്നെങ്കിൽ അത് ഒരു കണക്കിൽ ഷെയ്ത്താന്റെ ഇലാഹാക്കിയത് പോലെയാണ്. ഇലാഹാക്കടെ ചൊന്നെങ്കിൽ ഞങ്ങളെ തടിയിച്ച് ചൊന്ന പോലെ കേക്കടെ, ഷെയ്ത്താൻ ചൊന്ന പോലെ കേക്കടെ. അള്ളാഹു താല ഖുർആനിൽ കേട്ടല്ലേ അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. സ്വന്തം തടിയിച്ചരെ ഇലാഹാക്കിയോണ്ട് നിങ്ങൾ നോക്കിയിട്ടില്ലേ? സ്വന്തം തടിയിച്ച് ചൊന്ന പോലെ കേക്കിടണം. എപ്പോഴും സ്വന്തം നഫ്സ് ചൊന്ന പോലെ മാത്രമേ കേക്കിടണം. അള്ളാഹു ചൊന്ന പോലെ കേൾക്കുക റെഡിയില്ല. അങ്ങനത്തെ കാലം നിങ്ങൾ നോക്കിയിട്ടില്ലേ എന്റെ നബി തങ്ങളുടെ അള്ളാഹു ഖുർആനിൽ കേട്ടിട്ടില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാണ്ട് ഞങ്ങ കാലി ബായിൽ ഇങ്ങനെ ചൊന്നെങ്കിയാവില്ല. നിരന്തരം അതൊരു റീഫ്രഷ്മെന്റ് കാണാൻ ഞങ്ങൾ ചൊല്ലത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ലൈഫിൽ അപ്പപ്പ ഞങ്ങ എന്താക്കിക്കൊണ്ടിരിക്കറ ഷെയ്ത്താൻ ചൊന്ന പോലെ കേക്കട. അപ്പൊ ഇടയ്ക്കിടക്ക് ഞങ്ങ അള്ളാഹുടട്ട ഞങ്ങ ഇസ്തിഗ്ഫാർ ആക്കട. എന്തിനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ റബ്ബേ, നാണ് നന്റെ സന്ദർഭത്തിൽ ഞാൻ ഷെയ്ത്താൻ ചൊന്ന പോലെ കേട്ടിര, പക്ഷേ നന്റെ വിശ്വാസത്തില് യഥാർത്ഥത്തിൽ നാണ് ചൊന്ന പോലെ കേൾക്കണായ നീ മാത്രമായിട്ടിക്കര ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹുമില്ല ചൊന്ന പോലെ കേൾക്കണായോണു കംപ്ലീറ്റ് ഒരാൾക്ക് ഞങ്ങ ബഗ്ഗി കൊടുക്കണായോണു അള്ളാഹു അല്ലാണ്ട് വേറെ ആരും ഇല്ല. അള്ളാഹ് അത് ഞാൻ അംഗീകരിക്കട. ഞാൻ ആക്കി തപ്പായിത്തിനുള്ള ഒരു ഇസ്തിഗ്ഫാറും കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അതൊരു തൗബയുമായിട്ടിക്ക് ഞങ്ങൾ ഇങ്ങനെ ഷെയ്ത്താനിക്ക് ഇങ്ങനെ ബഗ്ഗി കൊടുക്കുമ്പോ ആ ഷെയ്ത്താൻ ബഗ്ഗി കൊടുത്തല്ലേ ചൊന്നിട്ടുള്ളേ ഖേദത്തിൽ നിന്നുണ്ടാവിടെ അങ്ങനത്തെ ഒരു തൗബം കൂടിയിട്ടിക്കരെന്തരെ ലാ ഇലാഹ ഇല്ലല്ലാ. വാനിഅ്ബുദൂനി നിങ്ങളുടെ ചൊന്നിട്ടില്ല ಅಂತ അനിഅ്ബുദൂനി നന്റെ ഇബാദത്താക്കറു ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ.
ആ ഷെയ്ത്താന്റെ ഉപദ്രവം നോക്കൊറി എത്ര വലക്കത് അളല്ല മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നവന് തെരുത്തപ്പാട്ടിറ ജിബില്ലൻ കസീറാ എത്രമാ ആൾമാർ അവന് തെരുത്തപ്പാട്ടി പോയിടാ എത്ര ജനറേഷൻസിലെ എത്ര തലമാർ അവന് തെരുത്തപ്പാട്ടി പോയിടാ അഫലം തക്കൂനു താക്കിലൂൻ നിങ്ങൾ ചിന്തിക്കില്ലേ നിങ്ങൾ ചിന്തിക്കിടങ്ങായിട്ടില്ല എന്താ എന്ന് അള്ളാഹു താല കേട്ടോണ്ടില്ല. അള്ളാഹു താല ഷെയ്ത്താന്റെ എല്ലാ ഷർറുകളിൽ നിന്ന് എല്ലാ നമുക്കുള്ള വസ്വാസുകളിൽ നിന്ന് അള്ളാഹു താല ഞങ്ങളെല്ലാരെ സംരക്ഷണാക്കട്ട് ബച്ചാവാക്കട്ട്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.